ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ CSB ജൂപ്പിറ്റർ എഡ്ജ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ആക്ച്വലി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി അതിന്റെ റെഫറൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഒഫീഷ്യൽ റെഫറൽ ലിങ്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു UPI ക്രെഡിറ്റ് കാർഡാണ്, പ്ലസ് നമുക്ക് ഇതിനോട് ഫിസിക്കൽ ക്രെഡിറ്റ് കാർഡും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ CSB ബാങ്കിന്റെ കാർഡിന്റെ ആപ്പിൽ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. ഇവർ ആക്ച്വലി നമുക്ക് പോയിന്റ്സ് ആയിട്ടാണ്, ജ്വൽസ് ആയിട്ടാണ് കിട്ടുക. ജ്വൽസിന്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒരു ക്വിക്ക് റിവ്യൂ വേണമെങ്കിൽ പറയാം. ഞാനത് ആക്ച്വലി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം UPI ക്രെഡിറ്റ് കാർഡ്സിനൊക്കെ UPI പേയ്മെന്റ്സിനൊക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കുറച്ച് ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഷോപ്പിംഗ് നമുക്ക് 10% ഉണ്ട്. ഇവരുടെ കുറച്ച് ബ്രാൻഡ് പാർട്ട്നേഴ്സ് ആയിട്ട് ക്രോമ, ട്രെൻഡ്, റിലയൻസ്, ആമസോണും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. 5% ട്രാവലിംഗ് വരുന്നുണ്ട്. മേക്ക് മൈ ട്രിപ്പ്, ഈസ് മൈ ട്രിപ്പ് സംഭവങ്ങളൊക്കെ. ജൂപ്പിറ്റർ ഫ്ലൈറ്റ്സ് കൂടാണ് 5-7% വരുന്നുണ്ട്. ബാക്കി എല്ലാത്തിനും 1% വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി ഉപയോഗിച്ച അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഇവിടെ കാണാം. ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. കണ്ടോ, ഞാൻ യൂസ് ചെയ്തതിനനുസരിച്ചിട്ട് അവർ നമ്മുടെ പോയിന്റ്സുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ മാറ്റിയിട്ടേക്കണ കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വന്നേക്കുന്നത് നമ്മുടെ 10% ഷോപ്പിംഗ് കാറ്റഗറിയിലാണ്. പിന്നെ വന്നേക്കുന്നത് എവരിത്തിങ് എൽസ്, അതായത് ബാക്കി എല്ലാത്തിനും 1% വന്നേക്കുന്നത് 344 ജ്വൽസ്. ഇതിന്റെ ആക്ച്വലി ഗുണം എന്താ വെച്ചാൽ ഞാൻ ജ്വൽസ് ഇതായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ കൺവേർഷൻ റേറ്റ് ഭയങ്കര മോശമാണ്. പക്ഷെ ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ സ്വിഗ്ഗി ആപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ആ പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് റിഡീം ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മളതിൽ ഇപ്പോൾ ഒരു 10-500-1000 ജ്വൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി നിങ്ങൾ സ്വിഗ്ഗി അതിൽ ആക്ച്വലി നമുക്ക് റിഡംഷൻ വരുന്നുണ്ട്. ജൂപ്പിറ്ററിന്റെ ജ്വൽസ് റിഡീം ചെയ്യാം. ജൂപ്പിറ്ററിന്റെ ജ്വൽസ് റിഡീം ചെയ്യാം. അതങ്ങനെ ജ്വൽസ് റിഡീം ചെയ്തിട്ട് ബാക്കി പേയ്മെന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത്രയും ജ്വൽസ് ഉണ്ടെങ്കിൽ അത്രയും കൊണ്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഞാൻ നോർമലി അങ്ങനെയാണ് റിഡീം ചെയ്യാറ്. ബാക്കി ആമസോൺ ഇതായിട്ടൊന്നും കൺവേർട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ സ്കാപ്പിയ പോയിന്റ്സ് ആയാലും അത് ആ പരിപാടിയിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാമാർട്ടിലും അതേപോലെ സ്വിഗ്ഗിയിലും ഇതെല്ലാം എല്ലാത്തിനും സപ്പോർട്ട് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ നോർമലി അങ്ങനെ യൂസ് ചെയ്യാറ്. അപ്പോൾ ആക്ച്വലി നമുക്ക് ബില്ല് വന്നിട്ടില്ല റീസെൻ്റ്ലി. ഞാനിപ്പോൾ ഇവരുടെ സേവിങ്സ് അക്കൗണ്ട് ഞാൻ ആക്ച്വലി ആദ്യം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പണ്ട് എന്താ പറയുക 0 ബാലൻസ് ആയിരുന്നു. പിന്നെ ഒരു ചാർജും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഫെഡറൽ ബാങ്കിന്റെ സംഭവമായിരുന്നു. ഇത് ആക്ച്വലി ജൂപ്പിറ്റർ എന്ന് പറയുന്നത്, ജൂപ്പിറ്റർ എഡ്ജ് പ്ലസ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് CSB ബാങ്കിന്റെ, കാത്തോലിക് സിറിയൻ ബാങ്കിന്റെയാണ്. വലിയ മോശമില്ല എന്ന് പറയാം. നിങ്ങൾക്ക് ആക്ച്വലി നമുക്കിത് ആക്ച്വലി ഇത് ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങളിപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ കാർഡ് എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ EMI ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. EMI ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മിക്കവാറും 2-3 മാസമെങ്കിലും യൂസ് ചെയ്യേണ്ട വരും കേട്ടോ. ആദ്യത്തെ ഇനീഷ്യലി ഫസ്റ്റ് മന്ത് ഒന്നും നിങ്ങൾക്ക് EMI ഉണ്ടാവില്ല. അതിനിപ്പോൾ ഇപ്പം തന്നെ എടുത്തിട്ട് ഇപ്പം തന്നെ EMI പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കേണ്ട. ഇപ്പം ഇതുപോലെ തന്നെ ആദ്യമായിട്ട് കിട്ടുന്ന ആൾക്കാർക്ക് EMI ഫെസിലിറ്റീസ് എനേബിൾ ചെയ്യുന്നില്ല. എസ്പെഷ്യലി ഇതുപോലത്തെ കോബ്രയുടെ ക്രെഡിറ്റ് കാർഡുകൾ. അപ്പോൾ EMI ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. ആദ്യത്തെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ ഉപയോഗിച്ചിട്ട് ബിൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഇതിൻ്റെ EMI ഫെസിലിറ്റീസ് ഒക്കെ ഓൺ ആവുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും കാലം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാനിപ്പോൾ UPI നമ്മുടെ പേയ്മെന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ജൂപ്പിറ്റർ ക്രെഡിറ്റ് കാർഡ് വലിയ മോശമില്ല എന്ന് പറയാം. വലിയ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞാൻ ജൂപ്പിറ്ററിന്റെ ആപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. ബാക്കി ആപ്പ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ജൂപ്പിറ്ററിന്റെ ആപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ജ്വൽസ് പോയിന്റ്സ് കിട്ടുന്ന അത്യാവശ്യം ചില സമയത്ത് ഞാൻ ഇതുപോലെ ഫോൺ പേ കൂടെ പേയ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ജ്വൽസ് പോയിന്റ്സ് കിട്ടിയില്ല. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഫുൾ നമ്മുടെ എന്താ പറയുക എഡ്ജ് കാർഡിന്റെ പേയ്മെന്റ് ആപ്പ് കൂടെ തന്നെയാണ് ഇത് UPI പേയ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ വലിയ മോശമില്ല എന്ന് പറയാം. എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയട്ടെ. പിന്നെ ഈ കാർഡ് എടുക്കുമ്പോഴേ ചില സമയത്ത് ഒരു എന്താ പറയുക ഇൻഷുറൻസ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് പറയും. മാക്സിമം നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ പറയുന്നില്ല ഇവർ. ചിലപ്പോൾ കാർഡ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ മെസ്സേജ് വരിക ചെയ്യാം. അത് ഉണ്ടെങ്കിൽ തന്നെ ഫ്രീ എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഫസ്റ്റ് ഇയർ ഫ്രീ എന്നൊക്കെ പറയും. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ക്യാൻസൽ ആയിരിക്കും നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത മാസം ചിലപ്പോൾ അത് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നല്ല ചാർജ് പിടിക്കും. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഈ ക്രെഡിറ്റ് കാർഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ വിൽക്കുന്നുണ്ട്. അതൊക്കെ ഉടായ്പ പരിപാടികളാണ്. ഒരു കാര്യമില്ല, സ്കാം എന്നൊക്കെ പറയാവുന്ന കാശ് അടിച്ചെടുക്കാവുന്ന പരിപാടികളാണ് അതൊക്കെ. അതുകൊണ്ട് വലിയ ഹെൽപ്ഫുൾ ഒന്നും കിട്ടില്ല ഇതുകൊണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എനിക്കത് ആക്ച്വലി അവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ഫ്രീ എന്നൊക്കെ പറഞ്ഞവർ ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പ്. പക്ഷേ ഞാൻ അപ്പോൾ തന്നെ പിന്നെ നമ്മളൊന്ന് മറക്കുക. ചിലപ്പോൾ പിന്നെ അത് അവർ ചാർജ് ചെയ്ത് കഴിഞ്ഞായിരിക്കുന്നു തന്നെ നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ അപ്പം തന്നെ ആവശ്യമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് വെക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഫ്രീ ആമസോൺ പ്രൈം മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ അവർ കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ പേഴ്സണൽ ലിങ്ക് തന്നെ അതിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ കൂടെ ഡയറക്റ്റ്ലി പോകട്ടെ. പിന്നെ നമുക്കിത് റിഡീം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു. ഇപ്പം എൻ്റെ 564 ഇത്ര ജ്വൽസ് ഉള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ റിഡീമിയും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ റിഡീം അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് കണ്ടു ഇത്ര ഓപ്ഷൻസും കൂടെ കാണാം. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. അതായത് ഫ്ലൈറ്റ് ആണെങ്കിൽ ഗിഫ്റ്റ് കാർഡായിട്ട് എടുക്കാം, മഹാരാജ പോയിന്റ്സ് എടുക്കാം,
UPI പ്രൊട്ടക്ട്, അത് ഡിജിറ്റൽ ഗോൾഡായിട്ട് വേണമെങ്കിൽ എടുക്കാം, ഇൻസ്റ്റന്റ് ക്യാഷ് ആയിട്ട് എടുക്കാം, ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നോർമലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാമാർട്ടിന് അത്യാവശ്യം പർച്ചേസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അതിലാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമുക്ക് ബാക്കി വേറെ ഇപ്പം നമുക്ക് ആക്ച്വലി 79 മാത്രം റിഡീം ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ പെൻഡിങ്ങിലാണെന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ ഇവിടെ 500 ഞാൻ കാണിച്ചല്ലോ. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇന്ന് കാലത്തായിട്ട് നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് ഇതുപോലെ തന്നെ വാങ്ങിച്ചത്. അപ്പം അത് കാരണമാണ് പെൻഡിങ് ആയി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു നിങ്ങളൊരു UPI ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറേ പേർക്ക് നല്ല ലിമിറ്റും കിട്ടുന്നുണ്ട് കോബ്രയുടെ കാർഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ റെഫറൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ഇൻട്രസ്റ്റ് അപ്ലൈ ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നോക്കി വെക്കുക, jnb.banksupport.in. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാലൻസ് ഒക്കെ അതുപോലെ തന്നെ ഈസി തന്നെ അപ്ലൈ ചെയ്യാം. എല്ലാം സെറ്റ് ആപ്പിൻ്റെ റെഫറൽ ലിങ്കുകളാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത് കാണാം.